നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം സംസ്ഥാനതല പുരസ്കാരം ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനം രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ ഇഴയുന്നു. ഇപ്പോഴും പ്രവർത്തനം പഴയ കെട്ടിടത്തിൽ. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന ആശുപത്രി അധികൃതർ. എഴുകുംവയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഴുകുംവയൽ സ്വദേശി ജിയോയുടെ കാറിനാണ് തീപിടിച്ചത്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പള്ളിവാസൽ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്റ്റേഡിയം പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടുകൂടി ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന പ്രസിഡന്റ്. നിർമ്മാണം നിലച്ചെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. ജില്ലാ തലത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനത്തിന് അർഹരായി. കരിങ്കുന്നം, കുടയത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. തൊടുപുഴ ജില്ലാ ആശുപത്രി, മുട്ടം ആയുർവേദ ജില്ലാ ആശുപത്രി, മുട്ടം ഹോമിയോപ്പതി ജില്ലാ ആശുപത്രി, പാറേമാവ് ആയുർവേദ അനസ് ആശുപത്രി എന്നിവിടങ്ങളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അലോപ്പതി മരുന്നുകൾക്ക് 1.71 കോടി രൂപ ചെലവഴിക്കുകയും കൂടാതെ ആയുർവേദം, ഹോമിയോ വകുപ്പുകൾക്കും ആരോഗ്യം അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പുരസ്കാരത്തിന് 1ാം സ്ഥാനം നേടിയ ജില്ലാ പഞ്ചായത്തിന് 10 ലക്ഷം രൂപയും ജില്ലാ തലത്തിൽ വിവിധ സ്ഥാനങ്ങൾ നേടിയ ഗ്രാമപഞ്ചായത്തുകൾക്ക് 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം എന്നിങ്ങനെയാണ് അവാർഡ് തുക ലഭിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയെ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ് സ്കോർ, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവെപ്പ്, വാർഡ് തല പ്രവർത്തനങ്ങൾ, പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ, സാമൂഹിക ഘടകങ്ങളായ ശുചിത്വം, മാലിന്യ പരിപാലനം, പ്രാണി നിയന്ത്രണം, ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ, മോഡേൺ മെഡിസിൻ, ആയുർവേദ, ഹോമിയോ മേഖലകളിലുള്ള ദേശീയ സംസ്ഥാന ആരോഗ്യ പദ്ധതിയുടെ ഫലപ്രദമായ നടത്തിപ്പ് തുടങ്ങിയ മികച്ച ആരോഗ്യ പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണിത്. സംസ്ഥാനത്ത് 2023-24 സാമ്പത്തിക വർഷം ആരോഗ്യമേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1692.95 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിന്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പുരസ്കാര പ്രഖ്യാപനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. സിറ്റി വിഷൻ പുതിയൊരു സെഗ്മെന്റ് കൂടി ആരംഭിക്കുകയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുമ്പോൾ കൃത്യമായ മറുപടിയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതിനുള്ള ചോദ്യമാണ് സിറ്റി വിഷൻ ഉന്നയിക്കുന്നത്. ഒരു ചോദ്യം, ഒറ്റ ഉത്തരം. ഇന്നത്തെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് നോക്കാം. സന്ദീപ് രാജക്കാട് ചേരും. നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും തേടി ഇന്ന് എത്തിയിരിക്കുന്നത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസ് നിർമ്മാണം നടക്കുന്ന ഒരു വലിയ ബിൽഡിംഗാണിത്. ഈ ബിൽഡിംഗ് നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു അനാസ്ഥയാണിതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതി ഒരു മറുപടി നൽകിയിട്ടിരുന്നില്ല. എന്തായാലും അതിനൊരു ഉത്തരം തേടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. വൈസ്, വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, അതിന് വലിയ രീതിയിൽ കുറേ സ്ഥാപനങ്ങളെയൊക്കെ ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള വലിയ ആശയങ്ങളൊക്കെയായിരുന്നു. പക്ഷെ ഇതൊന്നും നടപ്പിലായിട്ടില്ല. വലിയ ഗുരുതരമായ ആരോപണമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് വേണ്ടി ബഡ്ജറ്റ് ഫണ്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം സർക്കാർ നേരിട്ടാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കെട്ടിടം പണിയുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ സാങ്കേതിക ഇഷ്യൂസും നമ്മുടെ ഘട്ടത്തിനും ഉണ്ടായിട്ടുണ്ട്.
ഇത് 5 കോടി രൂപയാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഫണ്ട്. അപ്പോൾ ഈ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭരണസമിതി ഇരിക്കുന്നത് ഒരു പരിമിതമായ കെട്ടിടത്തിലാണ്. അത് പിന്നെ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണി നടന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡിലെ ജനങ്ങൾക്കും അവരുടെ ഒരു സേവനങ്ങൾക്കും നമ്മളൊരു കുറവ് വരുത്തിയിട്ടില്ല. ഏറ്റവും മികച്ചമായ രീതിയിൽ തന്നെ നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കെട്ടിടം പണിതില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് മോശമായൊരു ഭരണം ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് നടത്തുന്ന ഒരു ആരോപണം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നുള്ളൂ, ഭരണസമിതിയും കാണുന്നുള്ളൂ. ഓക്കെ, എന്തായിരുന്നാലും ആ ഒറ്റ ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ മാത്രമാണ്. അതിനെ അത്രയ്ക്ക് വില കൊടുത്ത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ജനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കും ഇല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു സേവനത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ഭരണസമിതി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറുപടി പറയാത്ത പല ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി നമ്മൾ ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്നു. ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡും പ്രസവമുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികൾ ഇഴയുന്നു. നിലവിൽ ഇപ്പോഴും പ്രസവ വാർഡും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച പഴയ കെട്ടിടത്തിലാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 1.5 മാസം മുമ്പാണ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡും പ്രസവമുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായത്. നിലവിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിന് സമീപമുള്ള ബലക്ഷയമുള്ള പഴയ കെട്ടിടത്തിലാണ് പ്രസവ വാർഡും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. കെട്ടിട ഭാഗങ്ങൾ അടർന്നു വീഴുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു പഴയ കെട്ടിടത്തിൽ നിന്നും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് പ്രസവ വാർഡും പ്രസവമുറിയും മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ടുന്ന തുടർ നടപടികൾ ഇഴയുന്നുവെന്നാണ് ആക്ഷേപം. അടിമാലി മേഖലയിലെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരെല്ലാം ഐക്യകണ്ഠേന പറഞ്ഞത് കുറഞ്ഞ 2 മാസത്തിനുള്ളിൽ ആ ബലക്ഷയം വന്ന വാർഡിൽ നിന്നും പ്രസവ വാർഡ് മറ്റൊരു വാർഡിലേക്ക് മാറ്റും എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ കഴിഞ്ഞ 3-4 മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വളരെ ഗുരുതരമായ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രിയുടെ ബിൽഡിംഗ് മാറിയിരിക്കുകയാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. എഴുകുംവയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഴുകുംവയൽ സ്വദേശി ജിയോയുടെ കാറിനാണ് തീപിടിച്ചത്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം. എഴുകുംവയൽ തോലാനിയിൽ ജിയോയും കുടുംബവും രാവിലെ പള്ളിയിലേക്ക് പോകും വഴി ഇറക്കത്തിൽ വെച്ച വാഹനത്തിൽ നിന്നും പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ വാഹനം നിർത്തി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയെങ്കിലും മുൻഭാഗത്തിരുന്ന് 2 പേർക്ക് നേരിയ തോതിൽ പൊള്ളലേറ്റു. പരിക്ക് ഗുരുതരമല്ല. വാഹനത്തിന്റെ മുൻഭാഗത്താണ് ആദ്യം തീ പടർന്നു പിടിച്ചത്. പിന്നീട് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. നെടുങ്കണ്ടത്ത് നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പള്ളിവാസൽ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്റ്റേഡിയം അതിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടുകൂടി ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചുവെന്ന ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. പോയ മാസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലമാണ് പണികൾ താൽക്കാലികമായി നിർത്തിയതെന്നും നിലവിൽ സ്റ്റേഡിയത്തിന്റെ തുടർ ജോലികൾ നടക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി MLAയുടെയും കായിക വകുപ്പിന്റെയും 1 കോടി രൂപ ചെലവിട്ടാണ് പള്ളിവാസൽ പഞ്ചായത്തിലും സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പഴയ മൈതാനത്തെ മണ്ണ് യന്ത്രം ഉപയോഗിച്ച് ലെവൽ ചെയ്തു. പിന്നീട് പണികൾ നിലച്ചതോടെയായിരുന്നു
സ്റ്റേഡിയം നിർമ്മാണത്തിൽ ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഈ വിഷയത്തിലാണിപ്പോൾ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. പോയ മാസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലമാണ് പണികൾ താൽക്കാലികമായി നിർത്തിയതെന്നും നിലവിൽ സ്റ്റേഡിയത്തിന്റെ തുടർജോലികൾ നടക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അതിൻ്റെ എഗ്രിമെൻ്റ് കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. 1 വർഷത്തിനുള്ളിൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് എഗ്രിമെൻ്റ്. എന്നാൽ സെപ്റ്റംബർ മാസം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെയ് മാസത്തിൽ ശക്തമായിട്ടുള്ള കാലവർഷം വന്നു. ഈ സമയങ്ങളിൽ അവിടെ നിന്നും മണ്ണ് ഒലിച്ച് റോഡുകളിലേക്കും മറ്റ് വീടുകളിലേക്കും ഒക്കെ തന്നെ പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ കുറച്ച് ദിവസം താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു. പിന്നീട് വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ ഡ്രെയിനേജും ഗാലറിയും എല്ലാം തന്നെ പണിയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അവിടെ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ളവ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടാണ് മെറ്റീരിയൽസ് ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയും. അവിടെ അതിൻ്റെ നിർമ്മാണം ഇന്നലെയും ഒക്കെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഭരണത്തിലെത്തിയതു മുതൽ പഞ്ചായത്ത് പരിധിയിലാകെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ LDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ UDFിലെ സ്ഥാനാർത്ഥി മോഹികളായ ചിലർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തേതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ വ്യക്തമാക്കി. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം 1,95,00,000 രൂപ മുടക്കി FHSC അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ LDF ഭരണസമിതിക്കെതിരെ UDFിന്റെ ചില സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകൾ അവര് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയും എങ്ങനെയും LDFിന്റെ ഈ വികസന പ്രവർത്തനത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെന്നും 1 വർഷക്കാലമാണ് നിർമ്മാണ കാലാവധിയെന്നും പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മഴയെത്തിയില്ലായിരുന്നുവെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാകുമായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേനാപതി ടൗണിൽ നടന്ന അനുസ്മരണ യോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ ഉറച്ച ശബ്ദമായി സാമൂഹ്യനീതിയുടെയും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളുടെയും നിരന്തര പോരാളിയായാണ് അദ്ദേഹം സീതാറാം യെച്ചൂരി ഓർമ്മിക്കപ്പെടുന്നത്. യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് യെച്ചൂരി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പാർലമെന്റിലെ ശക്തമായ ഇടപെടലുകൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആഴത്തിലുള്ള പഠനങ്ങൾ, ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നടത്തിയ നിരന്തര ശ്രമങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ ജീവിതത്തെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത്. കേരളത്തിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. സേനാപതി ടൗണിൽ നടന്ന അനുസ്മരണ യോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ RSS എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന, അവരുടെ സനാതന ധർമ്മം എന്താണെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ ഐഡിയോളജി, രാഷ്ട്രീയ വിശകലനം, പ്രത്യാശാസ്ത്ര നിരൂപണം ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു യെച്ചൂരി എന്ന് പറയുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ചാതുർവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എല്ലാ മതത്തിലും പെടുന്നതാണോ? ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ സ്വാധീനമുയർത്തിയ നേതാവിന്റെ അഭാവം വലിയ നഷ്ടമാണെന്ന അനുശോചന സന്ദേശങ്ങളിൽ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. TS കുര്യാക്കോസ്, PA ജോണി, VU തങ്കച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റും
പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണി ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കുരുമുളക് കൃഷിയിലും പോലീസ് മുറയുണ്ട്. കാർഷിക രംഗത്ത് പുതുമാതൃകകൾ സൃഷ്ടിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലെ വിജയഗാഥയിലേക്കാണ് ഇനി. കട്ടപ്പന ട്രാഫിക് പോലീസിലെ അഡീഷണൽ SI ആയ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി രാധാകൃഷ്ണൻ മണ്ണറിയുന്ന കർഷകൻ കൂടിയാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പം ഒഴിവ് കിട്ടുമ്പോൾ ഇദ്ദേഹം കൃഷിയിടത്തിലേക്കെത്തും. കാർഷിക രംഗത്തെ നൂതന പരീക്ഷണങ്ങളുടെ വേദി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം. നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് PVC പൈപ്പുകൾ താങ്ങുകാലാക്കി ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത്. പരമാവധി 8 അടി ഉയരത്തിൽ മുറിച്ച പൈപ്പുകൾ 1.5 അടി മണ്ണിൽ താഴ്ത്തി 5 അടി അകലത്തിൽ ആണ് നാട്ടിയിരിക്കുന്നത്. ആകെ 400ഓളം ചെടികൾ ഇത്തരത്തിൽ പരിപാലിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ കട്ടപ്പന ട്രാഫിക് യൂണിറ്റിലെ അഡീഷണൽ SI ആണ്. ഒഴിവുകളിൽ ഡ്യൂട്ടി സമയത്ത് റെസ്റ്റൊക്കെ കിട്ടുമ്പോൾ ചെയ്യുന്ന ഒഴിവുകൾ കിട്ടുന്നതാണ്. ഈ സമയത്താണ് ഈ കുരുമുളക് കൃഷിയും മറ്റനുബന്ധ കൃഷികളൊക്കെ ചെയ്യുന്നത്. വൈഫും പോലീസിലാണ്, വണ്ടമാടി സ്റ്റേഷനിലെ SI ആണ്. ഇത് വൈഫും ഞാനും കൂടിയാണ് 99% പണികളെല്ലാം ചെയ്യുന്നത്. വൈഫ് നടാനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പണിക്കാരെ ആരെയും നിർത്താറില്ല, കാരണം പണിക്കാരെ കിട്ടാനില്ല ഒന്നാമത്. പിന്നെ ഹിന്ദിക്കാരെ നിർത്തുന്നതിനോട് താല്പര്യമില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്ന, ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ്ട് 400 മൂടടുത്തുണ്ട്, 2 ഘട്ടങ്ങളിലായിട്ടുള്ളത്.
1 വർഷം 9 മാസമായതും 1 വർഷം കഴിഞ്ഞത്. പിന്നെ ഉള്ള നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴ കൂടിക്കഴിഞ്ഞാൽ വേരുപുഴു കയറും, പന്നിശല്യം ഉണ്ട്. അപ്പം വേര് കുത്തി കളഞ്ഞാലൊക്കെ ഇത് ചെയ്യാം. അപ്പം ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇത് സമയത്ത് മരുന്നുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. തൊഴിലാളികളില്ലാതെ കൃഷി പരിപാലനവും വിളവെടുപ്പും സ്വയം ചെയ്യാമെന്നാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത. കുരുമുളക് കൂടാതെ കാപ്പിയും ഏലവും വിവിധ ഇനം ഫലവൃക്ഷങ്ങളും മീൻ വളർത്തലും എല്ലാം അടങ്ങിയ സമ്മിശ്ര കൃഷി രീതിയാണ് രാധാകൃഷ്ണൻ പിന്തുടരുന്നത്. രാധാകൃഷ്ണന്റെ ഭാര്യ ശ്രീകലയും പോലീസിലാണ്. വണ്ടൻമേട് സ്റ്റേഷനിലെ ASI ആണ് ശ്രീകല. ഒഴിവു സമയങ്ങൾ ഈ പോലീസ് ദമ്പതികൾ ചിലവിടുന്നത് കൃഷിയിടത്തിലാണ്. നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും ഈ പോലീസുകാരൻ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാമക്കൽമേടിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ രാമക്കൽമേടിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, പുരാണ പ്രശ്നോത്തരി, കഥാമത്സരം എന്നിവ നടന്നു. നാളെ മഹാശോഭായാത്രയോടുകൂടി ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെയാണ് രാമക്കൽമേട്ടിൽ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ 100-ലധികം കുട്ടികളാണ് പരിപാടികളുടെ ഭാഗമായത്. ചോറ്റുപാറ RPML LP സ്കൂൾ അധ്യാപകൻ KK ദിനേശൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് ചെരുവിളിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജി കുളത്തുങ്കൽ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി. നാളെയാണ് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. രാമക്കൽമേട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഘോഷയാത്രയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഘോഷയാത്ര രാമക്കൽമേട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയും തോളപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയും കോമ്പോക്കിൽ എത്തി മഹാശോഭയാത്രയായി നമ്മുടെ രാമക്കൽമേട് അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചിത്രരചന അധ്യാപകരായ KK ബാബു, ഗ്രീഷ്മ രാജേഷ് എന്നിവർ മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. KP പ്രകാശ്, അമൽ ദിനകരൻ, C ബിബിൻ, അനന്തു, ആതിര, അഭിലാഷ്, സന്തോഷ് കുമാർ, രജനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടത്ത് 100 കണക്കിന് ഉണ്ണിക്കണ്ണന്മാർ അണിനിരക്കുന്ന മഹാശോഭയാത്ര നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഗോപിക നൃത്തം, കൃഷ്ണലീല, ഉറിയടി, ശ്രീകൃഷ്ണ കലാസന്ധ്യ എന്നിവ നടക്കും. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 3:30 മഹാശോഭയാത്ര ആരംഭിക്കും. SNDP യോഗം പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത ഉദ്ഘാടനം ചെയ്യും. കൃഷ്ണലീലയുടെയും ഗോപിക നൃത്തത്തിൻ്റെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നയിക്കുന്ന മഹാശോഭയാത്ര നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കും. ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ബാലഗോകുലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കൊണ്ടാടുന്നത്. വിവിധ പ്രദേശങ്ങളിലെത്തുന്ന ശോഭയാത്രകൾ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സംഗമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആഘോഷ സമിതി അധ്യക്ഷൻ ശ്രീ MS മഹേശ്വരന്റെ നേതൃത്വത്തിൽ നിന്ന് അധ്യക്ഷതയിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട നെടുങ്കണ്ടം പച്ചടി ശ്രീധരൻ സ്മാരക SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ സജി പറമ്പത്ത് അവർ ഉദ്ഘാടനം ചെയ്യുന്നതും നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിക്കുന്ന മഹാശോഭയാത്രയ്ക്ക് ശേഷം ഉറിയടിയും പ്രസാദമൂട്ടും നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MS മഹേശ്വരൻ, MS വേണുഗോപാലൻ നായർ, ഉഷാകുമാരി M നായർ, R സുരേഷ്, PK പുഷ്പരാജ്, ബിജു പുള്ളിയാലിൽ തുടങ്ങിയവർ അറിയിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിൽ മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം റെഡി.
സ്കൂളിലെ 1992 ബാച്ചിന്റെ നേതൃത്വത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പണികൾ പൂർത്തീകരിച്ചത്. 125ഓളം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത്. മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ ഗോൾഡ് ഹൈസ്കൂളിലെ 7ാമത്തെ ബാച്ച് കൂടിയാണ് 92 ബാച്ച്. പഠനകാലത്തെ സൗഹൃദം നിലനിർത്തുന്നതിനായി ഈ ബാച്ചിലെ സഹപാഠികൾ ചേർന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ 29-ന് സ്കൂളിൽ 7ാമത്തെ ബാച്ചിന്റെ ഒത്തുചേരൽ നടത്തിയിരുന്നു. ഈ ഒത്തുചേരലിന് ശേഷം കൈക്കൊണ്ട തീരുമാനപ്രകാരം തങ്ങളുടെ പൂർവ്വ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറി സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരുകയായിരുന്നു. முன்னாள் மாணவர்கள் அந்த 90ல் உள்ள பேட்சில் உள்ள மாணவர்கள் எல்லாம் ஒரு குரூப் ஆரம்பித்து அதனுடைய அடிஸ்தானத்தில் குரூப்பில் உள்ள முன்னாள் மாணவர்கள்லாம் சேர்ந்து இங்கே ஒரு டைல் பண்ணி கொடுத்துருக்கோம். அது ஒரு 1000 ஸ்கொயர் ஃபீட்டு ஒரு ஸ்மார்ட் கிளாஸாக அதை பண்ணி கொடுத்துருக்கோம். அதுக்கு இங்கே உள்ள ஹெச்எம் உட்பட டீச்சர்ஸ் உட்பட மாணவிகள் உட்பட எல்லாருமே வந்து எங்களுக்கு ரொம்ப சப்போர்ட்டிவாக இருந்தாங்க. அதே மாதிரி எங்களுடைய முன்னாள் மாணவர்கள் வந்து 90 பேட்சில் இருக்கக்கூடிய மாணவர்களும் ரொம்ப சப்போர்ட்டிவாக இருந்தாங்க. பிடிஏ உட்பட எல்லாருமே ரொம்ப சப்போர்ட்டிவாக இருந்தாங்க. 125ഓളം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമമാണ് സ്കൂളിൽ പുതിയ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമാക്കിയത്. പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച 1 ലക്ഷത്തോളം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. ക്ലാസ് മുറിയാകെ ടൈൽ വിരിച്ച് മനോഹരമാക്കി. പെയിന്റിംഗ് ജോലികളും നിർവഹിച്ചു. നിർമ്മാണം നടത്തിയ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഹേമയുടെ മേൽനോട്ടത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മനോഹരമായ ഒരു സ്മാർട്ട് ക്ലാസ് മുറി സ്കൂളിൽ ഒരുങ്ങിയത്. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാറിൽ KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു. ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം വെച്ച് വാഹനം നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയും തുടർന്ന് പാതയോരത്തെ മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തു. സംഭവ സമയത്ത് വാഹനത്തിൽ വിനോദസഞ്ചാരികളായ യാത്രക്കാർ ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി സൈറ്റ് സീൻ സർവീസ് നടത്തുന്ന KSRTC ഡബിൾ ഡെക്കർ ബസ്സാണ് ഇന്നലെ വൈകുന്നേരത്തോടെ അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ചു. പിന്നീട് റോഡരികിലെ മൺതിട്ടയിലിടിച്ച വാഹനം നിന്നു. എതിർദിശയിൽ നിന്നും വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് വാഹനം ഓടിച്ചിരുന്നയാൾ പറയുന്നു. സൈറ്റ് സീൻ കഴിഞ്ഞ് തിരികെ മൂന്നാറിലേക്ക് മടങ്ങവെയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് വാഹനത്തിൽ താഴെയും മുകളിലുമുള്ള ഡെക്കറുകളിലായി 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. അപകടത്തെ തുടർന്ന് ബസ്സിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം സംസ്ഥാനതല പുരസ്കാരം ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനം രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ ഇഴയുന്നു. ഇപ്പോഴും പ്രവർത്തനം പഴയ കെട്ടിടത്തിൽ. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ആശുപത്രി അധികൃതർ. എഴുകുംവയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഴുകുംവയൽ സ്വദേശി ജിയോയുടെ കാറിനാണ് തീപിടിച്ചത്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പള്ളിവാസൽ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്റ്റേഡിയം പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടുകൂടി ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന പ്രസിഡന്റ്. നിർമ്മാണം നിലച്ചെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.